നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നാഷണൽ ഹൈവേ അവിടെ ഇവിടെയൊക്കെ ഇടിഞ്ഞില്ലേ, അതിനെ പറ്റിയാണ്. അതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കാം. എങ്ങനെ അത് ഇടിഞ്ഞു എന്നൊക്കെ സംശയം ചോദിക്കാൻ ഇപ്പോൾ മാധ്യമങ്ങൾ ചൂസ് ചെയ്ത ആള് ഈ ഓൾറൗണ്ടർ പിന്നെ അബ്ദുൽ ലത്തീഫിനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയട്ടെ സുഹൃത്തുക്കളെ. ഇപ്പം നമ്മൾ ഒരു പള്ളിയിൽ എന്തെങ്കിലും നമുക്കൊരു മതപരമായിട്ട് എന്തെങ്കിലും കാര്യം സംശയം ഉണ്ടെങ്കിൽ അത് മുക്രിനോടാണ് ചോദിക്കുക അതോ പള്ളിയിലെ ഹത്തീബിനോട് ചോദിക്കുക? തലയിൽ എന്തെങ്കിലും ഇല്ല ആൾക്കാർ അവിടെ ഹത്തീബിനോട് ചോദിക്കുക. അപ്പൊ അതുപോലെയാണ് ഇതിനെ കാണുന്നത്. കാരണം എന്താ പറഞ്ഞാൽ എന്തെങ്കിലും ഇപ്പൊ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ അത് നമ്മളൊരു എക്സ്പീരിയൻസിൽ ഒരു എഞ്ചിനീയറെ കാണണം. അയാളോടാണ് ഈ ഇതിനെപ്പറ്റി സംശയങ്ങൾ ചോദിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ഒരു 6 മാസം മുന്നേ ഈ പിന്നെ ഓൾറൗണ്ടറെ ഒരു ബൈറ്റ് ഉണ്ട്, ഇങ്ങനെ സംഭവിക്കുന്നില്ലേ, അല്ലെങ്കിൽ ഇത് ഇത്ര വീതിക്ക് നിൽക്കുവാണെന്നോ ഇത്ര ഉയരത്തിൽ നിൽക്കുമോ എന്നൊക്കെ ഒരു ബൈറ്റ് ഉണ്ട്. അത് ശരിയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു ലോട്ടറി എടുക്കണമായിരുന്നു, ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ ലോട്ടറി എടുക്കണം, ഒരാൾക്ക് അടിക്കണം, ബാക്കി എല്ലാവർക്കും അടിക്കണില്ല. അതുപോലെ പല ആൾക്കാരും പല സംശയങ്ങൾ പല അഭിപ്രായങ്ങൾ ഇതിനെപ്പറ്റി പറയുന്നത്. ഒരാളെ അഭിപ്രായം ശരിയാണ്, അതുകൊണ്ട് ഇയാൾ ഇതെല്ലാം പഠിച്ചു വന്നത് കൊണ്ടാണോ? അല്ല, നമുക്കപ്പോൾ തോന്നിയൊരു സംശയം ഈ ഇടിയാനുള്ള കാരണം 100% അവിടുത്തെ മണ്ണിന്റെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥക്ക് ഒരു അനുയോജ്യമായ ഒരു സംഭവം അല്ല എന്നതുകൊണ്ടും, അല്ലെങ്കിൽ അവിടുത്തെ മണ്ണ് ചതുപ്പ് ആയതുകൊണ്ടുമാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം ഈ സംഭവത്ത് അങ്ങനെയാണ്. പിന്നെ ഇത് ചക്കട്ടപ്പം മോയലിനെ കിട്ടിയ മാതിരിയാണ്. മാധ്യമങ്ങൾക്ക് ന്യൂസ് വാല്യൂ വേണ്ടത്. സുഹൃത്തുക്കളെ, എന്താണ് നിങ്ങളെ അഭിപ്രായം? ഇത്രയും നമ്മുടെ ഇന്ത്യയിൽ ഇത്രത്തോളം വലിയ എഞ്ചിനീയർമാരൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇവിടെ ചോദിക്കേണ്ട ഓൾറൗണ്ടറാണോ ഇത്രയും വലിയൊരു പദ്ധതിന്റെ കാര്യങ്ങൾ ചോദിക്കേണ്ടത്? എന്താണ് നിങ്ങളെ അഭിപ്രായം സുഹൃത്തുക്കളെ?